ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. ഉത്രാട ദിനത്തിൻ്റെ ഒരു ദിവസത്തെ കഥയാണ് ഈ കാണുന്നത്. നല്ല മഴയാണ് പുറത്ത്. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടി പൂക്കളൊക്കെ ഇടാൻ കഴിയും. ഒരു തിരുവാടില്ലാണ്ടാണ് തുടങ്ങിയത്. അവസാനം നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ചെറുപയറും കറിയും പിന്നെ ദോശയാണ്. പിന്നെ രാവിലത്തെ സദ്യയിലെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഇത് നമ്മൾ സദ്യയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചോറായി, സാമ്പാറായി. പിന്നെ നമ്മൾ മലബാർ സൈഡിൽ എപ്പോഴും നോൺ വെജ് മുഖ്യമാണ്. എന്ത് സദ്യ ആയാലും ഇങ്ങനെയാണ്. അങ്ങനെ ഇതാ നമ്മുടെ അമ്മമ്മ ലാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ എൻ്റെ അനിയൻ മിസ്റ്റർ അശ്വന്ത്. എൻ്റെ മുന്നേയുള്ള വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവും. ഇവനെ ജിമ്മനാണ് സ്റ്റൈലായിട്ട് നടന്നെല്ലാം വരുന്നുണ്ട്. അങ്ങനെ ഇതാ എല്ലാവരും എത്തിച്ചേർന്നു. പിന്നെ നമ്മൾ നമ്മുടേതായ ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. പിന്നെ സദ്യ കഴിക്കാൻ പോകുന്നതാണ് നമ്മൾ. അങ്ങനെ എൻ്റെ അപ്പന്മാരൊക്കെ വന്നു. ട്രിപ്പായിട്ടാണ് നമ്മുടെ സദ്യയുടെ റൗണ്ട് ഉണ്ടായത്. 3 ട്രിപ്പിലും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ കഴിയുന്നൊരു പ്രത്യേകതരം ജീവി ഇതിലുണ്ട്. അതാണ് നമ്മുടെ സാൻഡി. ഇതാ ആ വെള്ളം ഉടുപ്പിട്ട ആ പെണ്ണ്. അവളെല്ലാ ട്രിപ്പിലും ഉണ്ട്. അവൾ മെല്ലനെ തിന്നോളൂ. അങ്ങനെയൊക്കെ എല്ലാ ട്രിപ്പിലും ഇരുന്ന് തിന്നാനുള്ള യോഗം ഈ ഓണത്തിന് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് സദ്യ തിന്നുന്നുണ്ട്. ഞാനും ഇരുന്നു. അങ്ങനെ നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നതിനിടയ്ക്ക് ഓരോ കഥ പറച്ചിലും തగ్గടിക്കലും എല്ലാം ഉണ്ട്. അതിൻ്റെതാണ് ഈ മുഖത്ത് കാണുന്ന ഈ ചിരി എക്സ്പ്രഷനൊക്കെ. നമ്മുടെ എക്സ്പ്രഷൻ ഈ കുഞ്ഞോട്ടുണ്ടാവുന്നത് എല്ലാത്തിനും ഭയങ്കര എക്സ്പ്രഷനാണ്. പിന്നെ ഇതാ ഇവിടെ ദുബി. അങ്ങനെ പിന്നെ നെക്സ്റ്റ് നമ്മൾ പായസമാണ് കുടിക്കാൻ പോകുന്നത്. പായസം അടപ്രഥമനാണ്. അതിൻ്റെ കൂടെ ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് ഒരു പപ്പടവും പിന്നെ ഒരു പഴവും കൂട്ടി കഴിക്കാൻ ശ്രമം നടത്തി. അടപ്പായസമാണ് ഇതിന് പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ. സദ്യ കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്ക്, അതാണല്ലോ പതിവ്. അങ്ങനെ ഉറങ്ങാനുള്ള പുറപ്പാടിൽ എല്ലാവരും റൂമിലേക്ക് വന്ന് കിടന്നു. അപ്പോഴായിരുന്നു ഞാൻ ഈ സംഭവങ്ങളൊക്കെ കാണുന്നത്. കുഞ്ഞോട്ടനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുകയായിരുന്നു നമ്മുടെ സാൻവി. പിന്നെ നമ്മുടെ വേറൊരു കസിൻ ഇവിടെ വന്നിട്ടുണ്ട്, മിസ്റ്റർ ഇൻഫോസിസ്. ഞാൻ അങ്ങനെയാണ് അവനെ വിളിക്കാറ്. പിന്നെ ചായ കുടിക്കുന്ന സമയപ്പോൾ എല്ലാവരും കൂടി ചായ എല്ലാം കുടിക്കാറ്. ഞാൻ സോ എല്ലാവരും ഇവിടത്തെ ഇവരുടേതായ ഒരുപാട് പറയുന്നുണ്ട് വീഡിയോന് വേണ്ടിയിട്ട്. എന്താ ഇത് ഇവരുടെ മെയിൻ പരിപാടിയാണ്. പോകാനാകുമ്പോൾ ഈ ഉമ്മയത്ത് സ്നേഹപ്രകടനം. അങ്ങനെ അമ്മൂനും കിട്ടി കുറേ ഉമ്മകൾ സ്നേഹപ്രകടനവും. ഇതായി കാണുന്നത് പിറ്റേന്ന് നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതാണ് അമ്മമ്മ നമ്മളെല്ലാവരെയും. പിന്നെ ഇതാ എല്ലാവരും പോകാനുള്ള ഒരുക്കത്തിലായി. അങ്ങനെ നമ്മൾ നൈറ്റ് ചെറിയൊരു റൈഡ് പോയി കടൽപ്പാലത്തിലേക്ക്. വെറുതെ ഇങ്ങനെ നടന്നു. അങ്ങനെ ആ ദിവസം അങ്ങനെ കഴിഞ്ഞു.